ഹേ ഗായ്സ്, അങ്ങനെ നമ്മൾ ലീവിന് നാട്ടിൽ വന്ന് കാല് കുത്തിയപ്പോഴത്തേക്കും നാട്ടിൽ ഫുള്ള് പെരും മഴയായിരുന്നു കേട്ടോ. ഉരുളിപ്പൊട്ടലും ഫുള്ള് സീനായിരുന്നു. അങ്ങനെ വന്ന രണ്ടാമത്തെ ദിവസമായപ്പോഴത്തേക്കും തോട്ടിലൊക്കെ നമ്മുടെ വീടിൻ്റെ ചുറ്റും ഒത്തിരി തോടുണ്ട്, ചെറിയ തോടുകൾ വലിയ തോടൊക്കെ ഉണ്ട്. അപ്പം തോട്ടിൽ നിറയെ വെള്ളമായി. എന്നാൽ പിന്നെ നമുക്ക് കുളിക്കാൻ പോകാമെന്ന് പറഞ്ഞ് ഈച്ച മുന്നിൽ ചാടി ഇറങ്ങി. കൂടത്തിൽ ഞങ്ങൾ എല്ലാവരും കൂടെ ഇറങ്ങി കേട്ടോ. ഒരു രസമല്ലേ, മഴയൊക്കെ പിടിച്ച് പ്രത്യേകിച്ച് വേറെ പണിയൊന്നും ഇല്ലല്ലോ. അപ്പം എല്ലാവരും കൂടെ അങ്ങ് ഇറങ്ങി. പിള്ളേർക്ക് പിന്നെ വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണല്ലോ. റോട്ടിലെല്ലാം വെള്ളം ചെറിയ ചെറിയ അരുവികളായിട്ട് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നേ. അങ്ങനെ നമ്മൾ കാടും പള്ളിയൊക്കെ താണ്ടിയാണ് തോട് അന്വേഷിച്ചു പോകുന്നത്. അത്യാവശ്യം വലിയ തോടാണ്, ഒഴുക്കൊക്കെ ഉള്ള തോടാണ്. മഴയും കൂടെ ആയപ്പോഴത്തേക്കും നല്ല വെള്ളം വന്നു. അപ്പയും മമ്മിയും ഞാനും ചേച്ചിയും പിള്ളേർ രണ്ടും കൂടെയാണ് ഞങ്ങളങ്ങോട്ട് പോയത്. നല്ല വ്യൂ ആയിരുന്നു കേട്ടോ, മറ്റേ തോടിന് ചുറ്റുമുള്ളത് കാണാൻ വേണ്ടി. ഇതാണ് ഞങ്ങളുടെ വലിയ തോട്, അത്യാവശ്യം നല്ല ഒഴുക്കുള്ള തോടാണ്. അപ്പം ഇച്ച മാത്രം ഇറങ്ങിയുള്ളൂ. ഇച്ചയ്ക്ക് അത്യാവശ്യം നീന്തലൊക്കെ അറിയാം. പിന്നെ മമ്മി പണ്ടത്തെ നീന്തലുകാരിയാണെന്ന് മമ്മി പറഞ്ഞു, പക്ഷെ മമ്മി ഇറങ്ങിയില്ല കേട്ടോ, വേറെ ആരും ഇറങ്ങിയില്ല. പിള്ളേർക്ക് ഇറങ്ങാൻ ഭയങ്കര ത്വരയായിരുന്നു, പക്ഷെ അത്യാവശ്യം ഒഴുക്കുണ്ടായിട്ട് പിന്നെ ഞങ്ങളങ്ങനെ ഇറക്കിയില്ല. അങ്ങനെ ഇച്ചയുടെ കുളി കണ്ട് ഞങ്ങളെല്ലാവരും ഇങ്ങനെ തോടിൻ്റെ സൈഡിൽ ഇരിക്കലായിരുന്നു പരിപാടി. അപ്പോൾ ഇച്ചയ്ക്ക് അത്യാവശ്യം പ്രഹസനത്തിനുള്ള വഴിയാണ് ഉണ്ടായിരുന്നു. കാരണം ഞങ്ങൾ വേറെ ആരും ഇറങ്ങാത്തതുകൊണ്ട് ഇച്ച മറ്റേ സിനിമ സ്റ്റൈലിലുള്ള ഓരോരോ നീന്തലുകളായിരുന്നു അവിടെ കിടന്ന്. അപ്പം അങ്ങനെ നമ്മളതൊക്കെ കണ്ട് നമ്മൾ ചുറ്റുമുള്ള ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ നിന്നു. പിന്നെ കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും പിള്ളേരെ ഇറങ്ങണം എന്ന് വാശി പിടിച്ചപ്പോഴത്തേക്കും എന്നാൽ പിന്നെ ഇറങ്ങിയേക്കാന്നൊക്കെ പറഞ്ഞ് ചേച്ചി സൈഡിലോട്ടൊക്കെ പതുക്കെ ഇറങ്ങാൻ വേണ്ടി തുടങ്ങി. നമുക്ക് ഇറങ്ങാനൊക്കെ ആണെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ് പിള്ളേരൊക്കെ വെച്ചിട്ട്. അപ്പം അങ്ങനെ പപ്പ ഇങ്ങനെ ഓരോന്ന് വെച്ചിട്ട് അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് ഒഴുക്കുള്ളിടത്തേക്ക് പോകണ്ടെന്നൊക്കെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാവരും കൂടെ നല്ല രസമായിരുന്നു. മഴയും പിടിച്ച് ഇങ്ങനെ ഈ തോട്ടിലെ കൊതുകടിയൊക്കെ കൊണ്ട് സൈഡിൽ നിൽക്കുമ്പോൾ രസമായിരുന്നു കേട്ടോ. കൊതു കുറേ കുത്തി എല്ലാവരെയും. അങ്ങനെ പിള്ളേരെല്ലാം കൂടെ പിള്ളേർക്ക് പിന്നെ കുറച്ച് ഒരു പാത്രത്തിൽ ചക്ക വറുത്തതൊക്കെ കൊടുന്നു. ഇപ്പം തണുപ്പൊക്കെ ആകുമ്പോൾ പിള്ളേർക്ക് ചൂടുള്ള ചക്ക വറുത്തൊക്കെ കഴിക്കാൻ നല്ല രസമല്ലേ. പിന്നെ ചേച്ചി സൈഡിലെ തോമൂനെ കൊണ്ട് ഇറങ്ങിയതാണ്. തോമു ഇറങ്ങിയപ്പോൾ ലൂക്കൂനും ഇറങ്ങണം എന്ന് വാശി പിടിച്ചപ്പോഴത്തേക്കും പിന്നെ ഞാനും കൂട്ടത്തിൽ ഇറങ്ങി. നമ്മൾ അവരുടെ കൂട്ടത്തിൽ ഇറങ്ങുമ്പോൾ നമ്മൾ നൊസ്റ്റാൾജിയയിലേക്ക് പോകുമല്ലോ. അങ്ങനെ ഞങ്ങളും കുറച്ചേരം വെള്ളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയൊക്കെ കഴിഞ്ഞ് കയറി. പിന്നെ നമ്മൾ പോകുന്നത് നമ്മുടെ റോട്ടിൽ അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. അതിലെ പിന്നെ പിള്ളേർ കുറച്ചു നേരം കളിച്ചു. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക. ബൈ ബൈ ഗൈസ്.